വി ഡി സതീശന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം എല്ലാവരുടെയും മുന്നിൽ ചിരിച്ചൊക്കെ കാണിച്ചാലും അദ്ദേഹത്തിനിട്ട് പണിതവരൊക്കെ അദ്ദേഹം ഓർത്തു വെക്കും, തിരിച്ചു പണി കൊടുക്കും. അദ്ദേഹം ഓർത്തു വെക്കും. ഒരു അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൻ്റെ കൗശലം അദ്ദേഹത്തിന് നന്നായി അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിന് കൗശലം അറിയാം. ഈ അൻവർ ഒരു കാര്യവുമില്ലാതെ 150 കോടി വി ഡി സതീശൻ കള്ളപ്പണം ഉണ്ടാക്കി എന്ന് പറഞ്ഞൊരു ആരോപണം ഉന്നയിച്ചു. നിയമസഭയിലാണല്ലോ. അതെ, തൊണ്ടതിടാതെ വിഴുങ്ങേണ്ടി വന്നു അൻവറിന്. പിന്നീട് അൻവർ പറയേണ്ടി വന്നു, ഇത് പി ശശി എഴുതി തന്നതാണ്, അത് ഞാൻ വായിക്കുക മാത്രമാണ് ചെയ്തതെന്ന് അദ്ദേഹത്തിന് പറഞ്ഞു. അപ്പോൾ തന്നെ രാഷ്ട്രീയപരമായി അദ്ദേഹത്തിൻ്റെ എന്താ പറയുക നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി, ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി. പിന്നെ DNA പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ, അതിലും അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ടി വന്നു. അങ്ങനെ പല പല കാര്യങ്ങളും അദ്ദേഹത്തിന് പല കാര്യങ്ങളും എന്താ പറയുക വിഴുങ്ങേണ്ടി വന്നു. ഇക്കൂട്ടത്തിൽ സതീശനെതിരെ ആരോപിച്ച ആരോപണം വിഴുങ്ങിയ ശേഷവും മാപ്പ് പറഞ്ഞ ശേഷവും വിട്ടില്ല. സതീശൻ ഒരു അവസരത്തിന് വേണ്ടി നോക്കി നിന്നു. അൻവറിൻ്റെ പ്രതീക്ഷ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ അവസരം നിലമ്പൂരിൽ കൊണ്ടുവയ്ക്കുകയും അതിലൂടെ തൻ്റെ ഡിമാൻഡുകൾ പൂർണ്ണമായും അംഗീകരിപ്പിക്കുകയും താൻ പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവിടെ മത്സരത്തിലേക്ക് കൊണ്ടുവരിക, പിന്നീട് UDFന്റെ ഭാഗമാകുക, അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിശ്വസ്തമായിട്ടുള്ള ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിക്കുക, ഒരു മന്ത്രിസ്ഥാനം നേടിയെടുക്കുക. ഇതൊക്കെയാണ് അൻവർ പ്രതീക്ഷിച്ചത്. പക്ഷേ കാര്യങ്ങൾ നേരെ വിരുദ്ധമായി.